ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിസംബർ 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ ഡിസംബർ 1 തൊട്ട് 7 വരെയുള്ള, അതായത് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിലെ ഓരോ വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഡിസംബർ മാസത്തിലെ സെക്കൻഡ് വീക്ക് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഡിസംബർ മാസം കഴിഞ്ഞ് 2024 എല്ലാ കാര്യങ്ങളും ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് മുംബൈസ് താജ്മഹൽ? അതായത് മുംബൈയുടെ താജ്മഹൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ചരിത്ര സ്മാരകം ഏതാണ് എന്നാണ് ചോദ്യം, അല്ലെ? മുംബൈയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്ര സ്മാരകം ഏതാണ് മുംബൈയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്ര സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രവേശന കവാടം. മുംബൈ നഗരത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഏത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അറബിക്കടലിലേക്ക് കണ്ണുനട്ട് കടലിലും കരയിലും അത്ഭുതം വിരിച്ചു നിൽക്കുന്ന കവാടത്തിന് ഒരു നൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യമുണ്ട്. കടൽ മാർഗം മുംബൈയിലേക്കുള്ള ആദ്യ പ്രവേശന കവാടം എന്ന പെരുമ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ദക്ഷിണ മുംബൈയിലെ കൊളാബയിലാണ് ഈ ചരിത്ര സ്മാരകമുള്ളത്. 85 അടി ഉയരമുള്ള ഈ പൈതൃക നിർമ്മിത ശില്പങ്ങളാലും കൊത്തുപണികളാലും ആകർഷകമാണ്. ഹിന്ദു മുസ്ലിം കെട്ടിട നിർമ്മാണ ശൈലികൾ ഏകോപിച്ചായിരുന്നു രൂപകൽപ്പന. ഗുജറാത്തി വാസ്തുശില്പകലയോടാണ് കൂടുതൽ സാദൃശ്യമുള്ളത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രവേശന കവാടത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനും ഭാര്യ മേരി രാജ്ഞിയും മുംബൈയിൽ എത്തിയതിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1910 മെയ് 6 മുതൽ 1936 ജനുവരി 20 മരിക്കും വരെ ബ്രിട്ടനിലെ രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി എന്ന പദവിയും ബ്രിട്ടീഷ് രാജാവിനായിരുന്നു. 1911 ജൂൺ 22 അദ്ദേഹത്തിന്റെ കിരീടധാരണം. വർഷങ്ങളോളം അടക്കിവാണ ഇന്ത്യയിലേക്ക് കിരീടധാരി എന്ന പ്രൗഢിയുമായി എത്തിയ ഏക രാജാവ് ജോർജ് അഞ്ചാമനാണ്. കിരീടധാരണത്തിന്റെ ഭാഗമായി നാട്ടുരാജാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ വന്ന് വൻ ദർബാർ സംഘടിപ്പിക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്നു. 1911 ഡിസംബർ 12 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടീഷ് രാജാവ് അന്ന് ഡൽഹി ദർബാറിൽ പങ്കെടുത്തു. ആ സദസ്സിൽ വെച്ചാണ് ഡൽഹിയെ രാജ്യ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ദർബാറിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ജോർജ് അഞ്ചാമനും രാജ്ഞിയും 1911 ഡിസംബർ 2 മുംബൈയിൽ കപ്പലിറങ്ങിയത്. ബ്രിട്ടന്റെ രാജാവ് എന്ന നിലയിൽ ഇന്ത്യയിൽ എത്തിയ ആദ്യ രാജാവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു ചരിത്ര സ്മാരകം നിർമ്മിക്കുക എന്ന ആശയത്തിൽ നിന്നാണ് പിറന്നത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ആശയം പിറന്നത്. ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ടൊക്കെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിച്ചു. 1924 ഡിസംബർ 4 അന്നത്തെ വൈസ്രോയി ആയിരുന്ന റീഡിംഗ് പ്രഭുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ദുഃഖം പേറിയ കവാടം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് കാരണം? രാജ്യത്ത് നടക്കിയ 2 ഭീകരാക്രമണങ്ങൾക്ക് ഈ ചരിത്ര സ്മാരകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് 2003 ഗേറ്റ് വേക്ക് മുന്നിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. 2008 നവംബർ 26 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള താജ്മഹൽ ഹോട്ടൽ ഭീകരർ പിടിച്ചടക്കി വെച്ചിരുന്നത് 3 ദിവസമായിരുന്നു. അങ്ങനെ ദുഃഖം പേറിയ കവാടം എന്നും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നുണ്ട്. ഡിസംബർ മാസത്തിലെ ഓരോ ഡേറ്റിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ഡേറ്റുകളുടെ സ്പെസിഫിക്കേഷനാണ് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 2-3 കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം. വെൻ വാസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡെത്ത് ആനിവേഴ്സറി? ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷിക ദിനം എന്നാണ് ചോദ്യം. ഡിസംബർ 6 ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം. ഭരണഘടനയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെ? റാംജി സക്പാലിന്റെയും ഭീമാബായിയുടെയും 14 മക്കളിൽ അവസാനത്തെ ആളായിട്ട് 1891 ഏപ്രിൽ 14 അംബേദ്കർ ജനിച്ചത്. 1891 ഏപ്രിൽ 14. അവരിൽ 5 പേർ മാത്രമാണ് ശൈശവ മരണത്തെ അതിജീവിച്ചത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ അമ്പവാഡ ഗ്രാമത്തിൽ നിന്നുള്ള കുടുംബമായിരുന്നു അത്. അച്ഛൻ സൈനികനായിരുന്നതിനാൽ ബ്രിട്ടീഷ് കന്റോൺമെന്റിലായിരുന്നു ജനനം. അയിത്തജാതികൾ
പട്ടികകളിൽപ്പെടുത്തി സവർണർ മാറ്റി നിർത്തിയിരുന്ന മഹാർ സമുദായമായിരുന്നു അവരുടേത്. 6-ാം വയസ്സിൽ അംബേദ്കറിന് അമ്മയെ നഷ്ടമായി. ജാതീയ ചൂഷണങ്ങൾ നേരിടുമ്പോഴും വിദ്യാഭ്യാസത്തിലൂടെ അതിനെ മറികടക്കാമെന്ന വിശ്വാസം റാംജിക്ക് ഉണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്നു. മക്കളുടെ പഠനകാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പുലർച്ചെ വിളിച്ചുണർത്തി പഠിപ്പിക്കുമായിരുന്നു. കൃഷ്ണ കേശവ് അംബേദ്കറിനെ പോലെ ജാതി ചിന്ത ബാധിക്കാത്ത അപൂർവം അധ്യാപകരുണ്ടായിരുന്നു. ബിവസ് അക്പാൽ എന്ന പേരിൽ സ്കൂളിൽ ചേർത്ത വിദ്യാർത്ഥിയുടെ പേരിൽ അംബേദ്കർ എന്ന് ചേർത്തത് ആ അധ്യാപകനായിരുന്നു. സ്വന്തം പേരിനൊപ്പം ഗ്രാമത്തിന്റെ പേര് കൂടി ചേർക്കുന്നത് അക്കാലത്ത് മേൽജാതിക്കാരുടെ പതിവായിരുന്നു. അപ്പൊ അംബേദ്കറിന് ശോഭനമായൊരു ഭാവിയുണ്ടെന്ന് ആ അധ്യാപകൻ അന്നേ കരുതിയിരുന്നു. അദ്ദേഹം ഭരണഘടനയുടെ വഴികാട്ടിയാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഗാന്ധിജി അടക്കമുള്ള നേതാക്കളോടുമൊക്കെ അദ്ദേഹത്തിന് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അവിസ്മരണീയമാണ്. ബഹുസ്വരമായ ഇന്ത്യയെ ഏകത്വത്തോടെ നിലനിർത്തുന്ന ഭരണഘടന എന്ന മഹാഗ്രന്ഥത്തിന്റെ ഓരോ താളിലും ആ ദീർഘദർശിയുടെ സ്പർശമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്നു അംബേദ്കർ. ആയിരക്കണക്കിന് ആളുകൾക്കൊപ്പം 1956 അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നീതിയുക്തമായ ഒരു ലോകത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ധീരമായ ശ്രമങ്ങളായിരുന്നു. 1956 ഡിസംബർ 6-നാണ് അദ്ദേഹം അന്തരിച്ചത്. 1990 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന സമർപ്പിച്ചു. അടുത്ത ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഡേ ഈസ് ഡിക്ലെയർഡ് ആസ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ബൈ UN റീസെന്റ്? അതായത് ഈ ഇടയ്ക്ക് ലോക ധ്യാന ദിനമായിട്ട് UN പ്രഖ്യാപിച്ച ദിനം എന്നാണ് ചോദ്യം. ഈ ഇടയ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്നാണ്? ഡിസംബർ 21. ഇനി ഡിസംബർ 21 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോക ധ്യാന ദിനം എന്നായിരിക്കും അറിയപ്പെടുക. ഡിസംബർ 21 ലോക ധ്യാന ദിനമായിട്ട് പ്രഖ്യാപിക്കണമെന്ന പ്രമേയം UN പൊതുസഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ലിക്റ്റൻസ്റ്റൈൻ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 17 രാജ്യങ്ങൾ പങ്കാളികളായിരുന്നു. സമൂഹത്തിന്റെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് 10 വർഷം മുൻപ് ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഡിസംബർ 21 ലോക ധ്യാന ദിനവും അതുപോലെ തന്നെ ജൂൺ 21 ആണ് അല്ലെ, 21 ലോക ധ്യാന ദിനം ഏതാണ്? ഡിസംബർ 21 ലോക ധ്യാന ദിനം, ജൂൺ 21 രാജ്യാന്തര യോഗ ദിനം. ഓക്കെ, ലോക ധ്യാന ദിനവും രാജ്യാന്തര യോഗ ദിനവും മാറിപ്പോയത്. ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനം, ഡിസംബർ 21 ലോക ധ്യാന ദിനം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ യങ്ങസ്റ്റ് പ്ലെയർ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ? ലോക ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡി ഗുഗേഷ് ആണ് അല്ലെ. ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഡി ഗുഗേഷ്. ലോക ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരമായി മാറി. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ആനന്ദ് ആദ്യമായി കിരീടം നേടിയതിന് 25-ാം വർഷം ഇന്ത്യക്ക് പുതിയ ലോക ചെസ് ചാമ്പ്യനെ കിട്ടിയിരിക്കുകയാണ് അല്ലെ. ഇന്ത്യയുടെ ചെസ് രാജകുമാരൻ ഡി ഗുഗേഷ് എന്ന 18-കാരൻ അങ്ങനെ ലോക ചാമ്പ്യനായി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ്. 1985 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുഗേഷ് മറികടന്നത്. ഗുഗേഷിന് 12 കോടിയോളം രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. വിശ്വനാഥൻ ആനന്ദാണ് മുൻപ് ലോക ചാമ്പ്യൻ പട്ടം നേടിയ ഇന്ത്യക്കാരൻ അല്ലെ. 5 വട്ടം ആ പട്ടം സ്വന്തമാക്കിയ ആനന്ദ് 2013 ചെന്നൈ ലോക ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസന് അടിയറ വെച്ച കിരീടമാണ് ഗുഗേഷ് തിരികെ നേടിയത്. അടുത്ത ചോദ്യം, വിച്ച് ഡേ ഈസ് കൺസിഡർഡ് ആസ് നാഷണൽ നേവി ഡേ? നാഷണൽ നേവി ഡേ അതായത് നാവികസേനാ ദിനം എന്നാണ് ചോദ്യം. നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4-നാണ് നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി നടത്തിയ ഓപ്പറേഷൻ ട്രൈറ്റൻ എന്ന സൈനിക നീക്കത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് രാജ്യം ഡിസംബർ 4-ന് നാവിക ദിനമായിട്ട് ആചരിക്കുന്നത്. INS നിബദ്, INS നീർഗഡ്, INS വീർ എന്നീ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളുമാണ് ഈ സൈനിക നീക്കത്തിൽ പങ്കെടുത്തത്. പാകിസ്ഥാന്റെ 4 കപ്പലുകൾ മുക്കുകയും 2 എണ്ണത്തിന് ഗുരുതര നഷ്ടമുണ്ടാവുകയും തുറമുഖത്തെ ഇന്ധന ശേഖരം അടക്കം നശിപ്പിക്കുകയും ചെയ്ത ആക്രമണം യുദ്ധത്തിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകി. നാവികസേനയുടെ അംഗബലം എന്ന് പറയുന്നത് 67,252 വിമാനം 300 എണ്ണമാണുള്ളത്. കപ്പൽ 132 മുങ്ങിക്കപ്പൽ 18. ഇത് 2019 വരെയുള്ള കണക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം, 6-ാമത്തെ ചോദ്യം. വേർ വാസ് ദ ഫസ്റ്റ് എവർ ബോഡോലാൻഡ് മഹോത്സവ് ഹെൽഡ് ഇൻ? ബോഡോലാൻഡ് മഹോത്സവ് എവിടെയാണ് നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ വേർ വാസ് ദ ഫസ്റ്റ് എവർ ബോഡോലാൻഡ് മഹോത്സവ് ഹെൽഡ് ഇൻ?
റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ്. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. ആദ്യ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം 1951 ദേശീയ ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ അത് നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഇത് ഡൽഹിയാണ്. ഡൽഹിയുടെ പഴയകാല നാമം എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? യമുനയിലാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു ആദ്യം. കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് 1911 കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956 നവംബർ 1 അവിടെ ഔദ്യോഗിക പക്ഷിയുണ്ട്, അങ്ങാടി കുരുവി. ഹൗസ് സ്പാരോ എന്നറിയപ്പെടുന്ന അങ്ങാടി കുരുവിയാണ് അവിടുത്തെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. ഔദ്യോഗിക മൃഗം ബ്ലൂ ബേർഡ്, നീൽഗായാണ് അവിടുത്തെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഡൽഹി ദർബാർ ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹി നഗരത്തെ തറക്കല്ലിട്ട രാജാവ് ആരാണ്? ജോർജ് 5 ഡൽഹി സുൽത്താനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? റസിയ സുൽത്താനയാണ്. ഹുമയൂണിന്റെയും റസിയ സുൽത്താനയുടെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് ഇല്ലേ, അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് നടന്ന സ്ഥലം ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി സ്ഥാപിതമായ സ്ഥലം ഡൽഹിയാണ്. 1857 വിപ്ലവം ഡൽഹിയിൽ നയിച്ചത് ജനറൽ ഭക്ത്ഖാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് CNG ബസ് ഓടിയ നഗരം ഡൽഹിയാണ്. ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ്? ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം, ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നിവയ്ക്കാണ് ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ എന്ന് പറയുന്നത്. ഡൽഹിയിൽ മെട്രോ ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2002 ഡിസംബർ 25 ഡൽഹിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 239A ആണ്. രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ അല്ലെ, ജന്തർ മന്ദിർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നാണ്. രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബാണ് ഡൽഹി എന്ന് പറയുന്നത്. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം അത് ഡൽഹിയാണ്. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം അത് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ഡൽഹി. ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. ഒരുപാട് ചോദ്യങ്ങൾ, ഒറ്റ ഉത്തരം എന്താണ്? ന്യൂ ഡൽഹി. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. വെർ വാസ് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ്ഡ് റീസെന്റ്? ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ്ഡ് റീസെന്റ് എവിടെ വെച്ചിട്ടായിരുന്നു? കാസിരംഗ നാഷണൽ പാർക്കിൽ വെച്ചിട്ടായിരുന്നു എന്ത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ് ചെയ്തത്. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്? എവിടെയാണ്? അസമിലാണ് അല്ലെ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ Tയുടെ ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം അല്ലെ. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതുകൊണ്ടാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അല്ലെ. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ്. അഹൂസ് കലാപം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ബോഡോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീനകാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രാചീനകാലത്ത് എന്തായിരുന്നു? അസമിന്റെ പഴയ പേരെന്തായിരുന്നു? കാമരൂപ എന്നായിരുന്നു. മുഗ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീനകാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അസം എന്ന് പറയുന്നത്. അറേബ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽബറൂണിയുടെ രചനകൾ പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് അസമാണ്. നിലവിൽ വന്നത് 1956 നവംബർ 1 തലസ്ഥാനം ദിസ്പൂർ ആണ്. സംസ്ഥാന മൃഗം ഒറ്റക്കൊമ്പൻ കാട്ടാമൃഗമാണ്. സംസ്ഥാന പക്ഷി വൈറ്റ് വിങ്ഡ് ഡക്ക് ആണ്. പ്രധാന ദേശീയോദ്യാനങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഒരെണ്ണം എന്ന് പറഞ്ഞു, കാസിരംഗ നാഷണൽ പാർക്ക്, പിന്നെ മനാസ്, ഓറഞ്ച് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കൊക്കെ അവിടുത്തെ പ്രധാന നാഷണൽ പാർക്കുകളൊക്കെയാണ്. കാസിരംഗ, മനാസ്, ഓറഞ്ച്, നമേരി, ദിബ്രു സൈക്കോവ. SRPF കേട്ടിട്ടുണ്ടോ? സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതായത് സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. കാര്യമായിട്ട് ദേശീയ മൃഗം എന്ന് പറയുന്നത് കാണ്ടാമൃഗമാണ്. അപ്പോൾ സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. മനാസ് ദേശീയോദ്യാനത്തിലായിരുന്നു സ്പ്രിംഗ് ഫെസ്റ്റിവൽ. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്.
അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ഹു ടുക്ക് ഓത്ത് ആസ് ദ 14th ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ് റീസെന്റ്? 14ാമത്തെ അല്ലെ, ജാർഖണ്ഡിലെ 14ാമത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹേമന്ത് സൊറൻ. ഹേമന്ത് സൊറൻ took as the 14th chief minister of took oath as the 14th chief minister of Jharkhand recently. ഹേമന്ത് സോറൻ അദ്ദേഹം 2 തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഷിബു സോറന്റെ മകനാണ്. 3 തവണ നിയമസഭാംഗമായിട്ടുണ്ട്. ജാർഖണ്ഡ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. രാജ്യസഭാംഗം എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നുണ്ട്. ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ജാർഖണ്ഡാണ്. അപ്പോൾ ചക്രവാളത്തിലെ സൂര്യൻ, ഇന്ത്യയുടെ വനാഞ്ചൽ, ധാതു സംസ്ഥാനം, ആദിവാസികളുടെ ഭൂമി, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. നിലവിൽ വർഷം 2000 നവംബർ 15-നാണ്. തലസ്ഥാനം റാഞ്ചിയാണ്. മൃഗം ആനയാണ്. പക്ഷി കുയിലാണ്. പുഷ്പം പലാഷ്. സന്താൾ കലാപം അല്ലെ, കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. 1855 നടന്ന സന്താൾ കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപമായിരുന്നു. നടന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ പ്രധാന ആദിവാസി വിഭാഗമായിരുന്നു ഈ സന്താൾ എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപമാണ് സന്താൾ കലാപം. സന്താൾ കലാപത്തിലെ നേതാക്കൾ സിന്ധുവും കാനുവുമായിരുന്നു. സന്താളുകാരുടെ പ്രധാന ഭാഷ സന്താളിയാണ്. സന്താളി ഭാഷയുടെ ലിപി എന്താണ്? ഓൾചിക്കിയാണ്. ഈ വിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷയാണ് സന്താളി എന്ന് പറയുന്നത് കേട്ടോ. ഇനി പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആര്? ജാർഖണ്ഡ്. മണ്ണെണ്ണയ്ക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സബ്സിഡിയില്ലേ, അത് ബാങ്ക് വഴി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ജാർഖണ്ഡ് തന്നെയാണ്. വിധവകളുടെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ഭീമറാവു അംബേദ്കർ ആവാസ് യോജന കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂരാണ് കേട്ടോ. അപ്പൊ ആദ്യ ആസൂത്രിത നഗരം ഏതാ ചോദിച്ചാൽ ചണ്ഡീഗഡും, ആദ്യ ആസൂത്രിത വ്യവസായിക നഗരം ഏതാ ചോദിച്ചാൽ ജംഷഡ്പൂരുമാണ്. രാജ്യത്തെ ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല അക്വേറിയം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനവും ഏത് തന്നെയാണ്? ജാർഖണ്ഡ് തന്നെയാണ്. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് സിറ്റി? ഏത് സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് സിറ്റിയിലാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലഡാക്ക് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ലോക്സഭാ മണ്ഡലം ലഡാക്കിലാണ്. ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണെന്ന് അറിയാമോ? കുഷോക് ബാക്കുള റിംപോച്ചെയാണ്. അത് എവിടെയാണ്? ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ലഡാക്കിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ജില്ലയാണ് ലേ എന്ന് പറയുന്നത്. അപ്പൊ ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ ാണ് ലഡാക്കുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മൈഗ്രേറ്ററി ബേർഡ് ദാറ്റ് റീസെന്റ് ബ്രോക്ക് ദ റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് മൈഗ്രേറ്ററി ഫ്ലൈറ്റ് ടു രാജസ്ഥാൻ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മൈഗ്രേറ്ററി ബേർഡ് ദാറ്റ് റീസെന്റ് ബ്രോക്ക് ദ റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് മൈഗ്രേറ്ററി ഫ്ലൈറ്റ് ടു രാജസ്ഥാൻ? The right answer is Siberian demoiselle crane. Siberian demoiselle crane is the migratory bird that recently broke the record for the longest migratory flight to Rajasthan. സുപ്പാക് എന്നാണ് ഈ സൈബീരിയൻ ഡെമോസെൽ ക്രെയിനിന് പേരിട്ടിരിക്കുന്നത്. 3676 കിലോമീറ്റർ പറന്നിട്ടാണ് ഇന്ത്യയിലെ രാജസ്ഥാനിൽ എത്തിയത്. അങ്ങനെയാണ് ഇന്ത്യ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദേശാടന കിളി, പറന്ന് ദേശാടനം നടത്തിയ ഒരു കിളി എന്നൊരു റെക്കോർഡ് നേടിയിരിക്കുകയാണ് സുപ്പാക് എന്ന് പേരിട്ടിരിക്കുന്ന സൈബീരിയൻ ഡെമോസെൽ ക്രെയിൻ. 3676 കിലോമീറ്റർ ആണ് പറന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അല്ലെ രാജസ്ഥാൻ. കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായിട്ടുള്ള ആരവല്ലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവയാണ് രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ്? രാജസ്ഥാനാണ്. പ്രാചീന കാലത്ത്
രജപുത്താന, മത്സ്യ എന്നീ പേരുകൾ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒലീവ് എണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനമാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ ആദ്യ സംസ്ഥാനമാണ്. നിലവിൽ വന്ന വർഷം 1986 നവംബർ 1-നാണ്. സംസ്ഥാന മൃഗം ഒട്ടകമാണ്. സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റേർഡ് ആണ്. സംസ്ഥാന പുഷ്പം രോഹിതയാണ് കേട്ടോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ എന്ന് പറയുന്നത്. സംവരണത്തിനായുള്ള ഗുജ്ജർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഗുജ്ജർ എന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത് എഴുതി വെക്കരുത്. സംവരണത്തിനായുള്ള ഗുജ്ജർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.